നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിടിവാശിയും വൈരാഗ്യവും പകയൊക്കെയാ എന്നെ നിയന്ത്രിച്ചിരുന്നത് എന്ന് പറയുന്നതാവും ശരി. പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഭയം. ഞാൻ ചെയ്തതെല്ലാം എല്ലാവരും അറിയുമ്പോ എനിക്ക് കിട്ടുന്ന ശിക്ഷകളെ കുറിച്ചുള്ള ഭയം. ഇനി ഇങ്ങനെ ജീവിച്ച എന്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള ഭയം. കുറ്റക്കാരിന്ന് മുദ്രകുത്തി ഇവിടുന്ന് പുറന്തള്ളിയ അനഘയും കൊണ്ട് എവിടെ പോയി ജീവിക്കുന്നുള്ള ഭയം. ആ ഭയത്തിൽ നിന്ന ഇങ്ങനൊരു തീരുമാനം. ഈ തീരുമാനം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് നീയും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് മാറാൻ പറ്റുന്ന ആളാണോ അവന്തിക? ഉറപ്പായും. ഒരു കാര്യം തീരുമാനിച്ചാ അത് അപ്പ തന്നെ നടപ്പിലാക്കുന്ന പഴയ വാശിക്കാരി അവന്തികയ്ക്ക് ആ വാശി ഇവിടെ പ്രയോഗിക്കണമെന്നേ ഉള്ളൂ. എനിക്കറിയാം ഞാനീ പറയുന്നതൊന്നും നിനക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന്. ഇപ്പൊ ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇനി നീ കാണാൻ പോകുന്നതാ. ജീവിച്ച് കാണിച്ചു തരാൻ ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ നല്ലത്. നിങ്ങൾ നന്നായിന്ന് വിശ്വസിക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എനിക്കറിയായിരുന്നു ഒരു ദിവസം ഇതുപോലെ കണ്ണു നിറഞ്ഞ് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഒരു പരിധിക്കപ്പുറം ഒരു മനുഷ്യനും സ്നേഹം നിഷേധിക്കാനാവില്ല. ചുറ്റുമുള്ളവര് നിങ്ങളെ ഇത്രയൊക്കെ സ്നേഹിക്കുമ്പോൾ എത്ര നാളത് കണ്ടില്ലെന്ന് വെക്കാനാവും? പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ സന്തോഷമുണ്ട് എനിക്ക്. സത്യമാണ്. അവന്തികയെക്കുറിച്ചുള്ള അർച്ചനയുടെ കണക്കൂട്ടലുകളെല്ലാം ശരിയായിരുന്നു. അവന്തികയ്ക്ക് മനസ്സിലാവാത്ത ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഈ ലോകത്ത്. അത് അവന്തിക തന്നെയാ. നല്ലൊരു ജീവിതം, കുടുംബം, കുട്ടികൾ, അങ്ങനെ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളായിരുന്നില്ല എനിക്ക്. ജീവിതം എന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയതെല്ലാം എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതായിരുന്നിട്ടും ഞാനതിന് എതിരെ തിരിഞ്ഞു നിന്നു. എന്റെ ജീവിതം ഇരുട്ടിലാണെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. കുസൃതികൾ നിറഞ്ഞ കൗമാരത്തിൽ നിന്നും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങേണ്ട യൗവനത്തിലേക്ക് എത്തിയപ്പോ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. സ്നേഹം കൊണ്ടെന്നെ വീർപ്പുമുട്ടിച്ചിരുന്ന അച്ഛനും വാത്സല്യം കൊണ്ടെന്നെ തോൽപ്പിച്ച അമ്മയും എന്നെ വിട്ടുപോയപ്പോ ഒരു പെൺകുട്ടിയുടെ അടിസ്ഥാന സ്വഭാവങ്ങളൊക്കെ എന്നിൽ നിന്ന് മാറിപ്പോയിരുന്നു. അന്ന് ഈ കൈകളിലേക്ക് സ്വന്തമായി കറിക്കത്തി പിടിച്ചെടുത്ത തീരുമാനത്തിൽ കയ്യിലെ മൈലാഞ്ചിക്ക് പകരം ചോരയുടെ ചുവപ്പ് നിറമായിരുന്നു ഞാൻ കണ്ടത്. കൺമഷി എഴുതേണ്ട കണ്ണുകളിൽ പകയും. എന്റെ ജീവിതത്തെ ഒരു പട്ടം പോലെ ഞാൻ പൊട്ടിച്ചുവിട്ടു. കാരണം ആരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഈ വീട്ടിലേക്ക് വന്നതോടെ എല്ലാം മാറി മറിഞ്ഞു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പറ്റ ആളുകളുടെ ഇടയിലേക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായി, എത്ര മൂടാൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും അവന്തിക എന്ന ശക്തമായ സ്ത്രീക്ക് പിന്നിൽ നിഷ്കളങ്കയായ ഒരു അവന്തിക എന്ന പെൺകുട്ടിയുണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.